CMRL-ുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO നടത്തുന്ന അന്വേഷണം അതൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുൻപ് വീണ വിജയനെ ചോദ്യം ചെയ്യുമോ എന്നതായിരുന്നു എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ SFIO ഉടൻ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്തേക്കില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മറ്റേതൊക്കെ കമ്പനികളാണ് ഇടപാട് നടത്തിയത് തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം റോഷിപാൽ ചേരുന്നു കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ സസ്പെൻസ് ഇനിയും നീളും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ വിജയനെ ഉടനെയൊന്നും SFIO ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമില്ല. എന്തായാലും ഏപ്രിൽ 26-ന് മുമ്പ് വീണ വിജയനെ SFIO കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റോഷി? അരുൺകുമാർ, SFIO മാസപ്പടി വിവാദത്തിൽ തിരക്കിട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ എക്സാലോജി കമ്പനി CMRL നിന്നും വാങ്ങിയ പണം അത് ഇപ്പോഴും അഴിമതി പണമാണെന്നുള്ള വിലയിരുത്തൽ കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ മറ്റ് ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ഈ തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ എക്സാലോജിക്ക് നടത്തിയിട്ടുണ്ട് എന്ന പരിശോധനയാണ് പ്രധാനമായി ഇപ്പോൾ നടക്കുന്നത്. ഈ CMRL-ന് അപ്പുറത്തേക്ക് കൂടുതൽ കമ്പനികളുമായി സമാനമായ രീതിയിൽ തന്നെ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തി അവർക്ക് കൃത്യമായി സേവനം നൽകിയിട്ടുണ്ടോ, അതിനപ്പുറത്തേക്ക് പണം മാത്രമാണോ നൽകിയത് എന്ന പരിശോധനയാണ് SFIO ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 12 കമ്പനികളിൽ നിന്നും അവരുടെ സാമ്പത്തിക ഇടപാടിൻ്റെ എക്സാലോജിയുമായുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ മുഴുവൻ രേഖകളും വിവരങ്ങളും നോട്ടീസ് അയച്ച് SFIO ശേഖരിച്ചത്. അതിൻ്റെ പരിശോധന പൂർത്തിയാക്കും. അതിന് പിന്നാലെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ ഈ തരത്തിൽ സംശയകരമായ തരത്തിലുള്ള ഇടപാടുകൾ എക്സാലോജിക്കുമായി നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യും. ഇതിൽ 6 പേരെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നു. സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ചോദ്യം ചെയ്യൽ എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാഷ്ട്രീയമാണ്. ഒന്ന്, കേന്ദ്രം പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ഊർജിതപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടൊരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും പരിശോധനകൾ നടക്കുന്നു. അന്വേഷണം മന്ദഗതിയിലല്ല, അതിവേഗത്തിൽ തന്നെ പരിശോധനകൾ നടക്കുകയാണ്. അന്വേഷണം മന്ദഗതിയിലല്ല, അതിവേഗത്തിൽ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വീണ വിജയനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.